നമ്മൾ മലയാളം പറഞ്ഞാൽ നമ്മളെ മലയാളം തിരുവനന്തപുരത്താരെ മലയാളം കൂടി എത്ര വ്യത്യാസമുണ്ട് ഇല്ലേ? ആ മമ്പർത്ത് ആ പാലം പെണ്ണിന്റെ മുമ്പേ അവിടെ അയാൾക്ക് ഇങ്ങനെ തോണി തുകയാം. അപ്പൊ ആ തിരുവനന്തപുരത്ത് രണ്ടാൾക്കാർ തോണി കയറി ഒരു മമ്പറത്തേക്ക് വരാം. അപ്പൊ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് കാക്കണ മുമ്പ് അവിടെ കാക്കായി ഈ പുഴയിലൊക്കെ നല്ല നല്ല മത്സ്യം കിട്ടൂലേ? ചിലപ്പോൾ കിട്ടാം. അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ ആ ചിലപ്പോൾ കിട്ടാം. അപ്പൊ എത്ര മറ്റൊന്നോടാണ് അതൊക്കെ വലിയ വലിയ മത്സ്യമായിരിക്കും. പണ്ട് നമ്മളെ കോടാലിപ്പേര് ഭാഗത്തൊക്കെ ഈ കുടിയേറ്റ മേഖലയായിട്ട് ക്രിസ്ത്യാനികളൊക്കെ അന്ന് ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ചായന്റെ മക്കാനിയാണ്. ആ മക്കാനിയിൽ ഇങ്ങനെ കുത്തിനിട്ട് ചായ കുടിക്കുമ്പോ നമ്മളെ ജോൺ സാറ് പറഞ്ഞു, കാക്കായേ വീടി കുത്തിനെ ചായ കുടിക്കാൻ മക്കാനിയിൽ കാക്കായേ മഴ കൊള്ളാം. അപ്പൊ അവിടെ ഉള്ളൊരു പഴയ കാക്കണ്ടേനെയാണ് കൊള്ളാന്ന് ഇതിന്റെ ഉള്ളിലിരിക്കലാണ്. അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക. മൂപ്പര് കൊള്ളാറുള്ളത് ഏതാ, ഇയാൾ കൊള്ളാന്നുള്ളത് ഏതാന്നുള്ളത്. അപ്പൊ ഏത് ഭാഷക്കും ഏതുണ്ടാകും അതിൻ്റെതായ ഒരു നാടൻ വർത്താനത്തിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അത് അറബി ഭാഷക്കുണ്ട്. സൗദിയിൽ സംസാരിക്കുന്ന അറബി അല്ല ദുബായ്ക്കാരിൽ, അതുമാതിരിയല്ല കുവൈത്തേരിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നാടൻ വർത്താനത്തിൽ വരുന്ന വ്യത്യാസമാണ്. ആ വ്യത്യാസപ്പെട്ടുകൊണ്ടാൽ മക്കത്തിന്റെ പരിസരത്ത് ഏറ്റവും ശുദ്ധ അറബി സംസാരിക്കുന്ന പ്രദേശം സഅദ് കബീലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅദ് കബീലയിലേക്ക് മുലകൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒന്ന് അവിടെ നല്ല കാലാവസ്ഥ, അത് നമ്മൾ പഠിക്കണം. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ നല്ല അന്തസ്സിൽ വളർത്തണം. കുട്ടി ഇപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ഏതാണ് ഇങ്ങനെ താങ്ങി പിടിച്ച് കാണാത്തിട്ട് കൊടുത്തേക്കാണ്. എന്തായാലും പമ്പേഴ്സിട്ടൊക്കെ ചെറിയ കുട്ടിയൊക്കെ നമ്മളവിടെ കോഴി കുറച്ചപ്പുറത്ത് കാട്ടിച്ചപ്പോ ചെറിയ കുട്ടി വന്ന് കോഴിക്ക് പമ്പേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് എപ്പം മൂത്രമൊഴിച്ചിട്ട് നമുക്കാർക്കെങ്കിലും അറിയോ? കുട്ടി എപ്പോഴാ കാഷ്ടിച്ചത് നമുക്കാർക്കെങ്കിലും അറിയോ? കാഷ്ടിച്ചതും മൂത്രച്ചതൊക്കെ ആയിട്ട് കുട്ടി ഒരുപാട് സമയം ഇങ്ങനെ അത് താങ്ങി നടക്കുന്ന അവസ്ഥ ഉമ്മമാരെ കുട്ടികളുടെ ഭാവിക്ക് എത്ര വലിയ ദോഷം ചെയ്യും. ഒരു കുട്ടി എവിടെ മൂത്രമൊഴിച്ചാലും അപ്പൊ തന്നെ അതെടുത്ത് കഴുകി വൃത്തിയാക്കണം. കുട്ടിയുടെ ശരീരം എപ്പോഴും കഴുകി വൃത്തിയാക്കണം. എന്തുകൊണ്ട്? പിശാചിന് ഇഷ്ടപ്പെട്ട സാധനം കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണ്ട. നല്ല ശുദ്ധമായിരിക്കുന്ന വായു അത് ശ്വസിക്കാൻ പറ്റിയ സ്ഥലമാണ് സഅദ് കബീല. രണ്ടാമത്തേത് അവിടെ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മൂന്നാമത്തേത് അവിടെ നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടേക്ക് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തയ്യാറാക്കി വെച്ച മുലപ്പാലാണ്. സഅദ് കബീലക്കാരായ സ്ത്രീകളെ അവരുടെ ജീവിതത്തിന്റെ ഒരു വരുമാന മാർഗമാണ് കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏറ്റെടുക്കാന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രസവിച്ചു കൊടുത്ത് നിൽക്കാൻ പോണ പെണ്ണുങ്ങൾ അല്ലേ? നമ്മൾ ഈ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറെ കുറഞ്ഞിക്കണം. ഇപ്പൊ കുറഞ്ഞിക്കണെങ്കിലും ആളുണ്ട്. പക്ഷെ എന്താ നിങ്ങൾ ഒന്നാമത്തെ പ്രസവത്തിന് പോകാനാണ് എല്ലാവർക്കും കമ്പം. ആ വിവരം അറിയുന്നത് പ്രസവത്തിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ചോദിച്ചു എത്രാമത്തതാണ്? 7ാമത്തതാണ്. പിന്നെ ബാക്കിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തതാകുമ്പോഴാണ് ഏത് എണ്ണയും വെളിച്ചെണ്ണി കാണാൻ പോക്കും പോക്കും അങ്ങനെ നെയ്യപ്പം കുഞ്ഞപ്പം ഉണ്ണിയപ്പം ഒക്കെ ഒരപ്പം തന്നെയാണ്. പേരിങ്ങനെയാണ് മാറിയെന്നല്ലാതെ ആദ്യം ഇങ്ങനെ കുടുക്കി കയ്യിലിട്ട് വളർമ്പോൾ ഒന്നിച്ചെന്താക്കും കിട്ടും. അപ്പൊ നെയ്യപ്പാവും. പിന്നെ അത് കഴിയുന്നതിനനുസരിച്ച് പൂജ കിട്ടൂല, അപ്പൊ കുഞ്ഞപ്പാവും. പിന്നെ അത്രയും കിട്ടൂല, അപ്പൊ ഉണ്ണിയപ്പം സംഗതി ഒന്നിനല്ലോ അതുവരെ ഒന്നിനല്ലോ ഒക്കെ. അപ്പൊ അതാണ് ഹോട്ടലിലാണെങ്കിൽ ഉണ്ടെന്ന് തുടങ്ങും. ഒക്കെ അവിടെ ആയിട്ടാണ് അവസാനിക്കലെന്ന് മാത്രം. അപ്പൊ അങ്ങനെ സാധനമൊക്കെ ഒന്ന് തന്നെയാണ്.